ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ഗ്യാരണ്ടി UDF അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ KSRTC ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഈ കേരളത്തിലെ KSRTCയെ സംബന്ധിച്ചിടത്തോളം അതൊരു അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന സ്ഥാപനമാണ്. ബഹുഭൂരിപക്ഷം വാഹനങ്ങളും ഇന്ന് കട്ടപ്പുറത്താണ്. ശമ്പളം കൊടുക്കാൻ മാർഗമില്ല. കൃത്യമായി KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാവുന്നില്ല. പെൻഷൻ ഇനത്തിൽ തന്നെ വലിയ കുടിശ്ശികയാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ വീണ്ടും സ്ത്രീകൾക്ക് കൂടി സൗജന്യമാക്കിയാൽ എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് പോകും എന്നുള്ളതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാത്ത രീതിയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പ്രഖ്യാപനമൊക്കെ വളരെ നല്ലതാണ്, കേൾക്കുന്നവർക്ക് വളരെ ആകർഷകമാണ്. പക്ഷെങ്കിൽ KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ, അതായത് പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഒരു നിർദ്ദേശവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ KSRTCയെ എങ്ങനെ ഈ കയത്തിൽ നിന്നും രക്ഷിക്കാം എന്നുള്ളതിൽ ഒരു നിർദ്ദേശം വയ്ക്കാതെ ഒരു മോഹനസുന്ദരമായ വാഗ്ദാനം നൽകി കുറെ ആളുകളുടെ വോട്ട് വാങ്ങാം എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ചില ആളുകളൊക്കെ അത് വിശ്വസിച്ചു പോകുമായിരിക്കും. ഇതൊന്നും നടപ്പാക്കാവുന്ന പദ്ധതികളല്ല. വെറും ഒരു തെരഞ്ഞെടുപ്പ് ജിമ്മിക്കിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു പ്രഖ്യാപനം എന്ന് മാത്രമേ അതേപ്പറ്റി സൂചിപ്പിക്കാനുള്ളൂ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ക്ഷേമ പെൻഷൻ. അതും കേൾക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയില്ല. ഇവിടെ 100 രൂപ സർക്കാരിന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ 92.5% ഈ പെൻഷനും ശമ്പളവും അതുപോലെയുള്ള കടം വീട്ടാനും പലിശ അടയ്ക്കാനുമുള്ള തുക അതിനുവേണ്ടി ചിലവഴിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അല്ലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 7.5 രൂപ മാത്രമേ 100 രൂപയിൽ ചെലവഴിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനുള്ളൂ. പലപ്പോഴും നമ്മുടെ ട്രഷറിയൊക്കെ പൂട്ടലിന്റെ വക്കിലാണ്. പൂച്ച പെറ്റ് കിടക്കുന്ന ട്രഷറി എന്നുള്ളതാണ് പൊതുജനങ്ങളൊക്കെ പറയുന്നത്. അത്ര ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി കരകയറ്റുന്നതിന് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അത് നമ്മൾ സ്വാഗതം ചെയ്യുമായിരുന്നു. ഇതൊക്കെ വെറും ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രമേ. എവിടുന്ന് ഇതിന് ഫണ്ട് കണ്ടെത്തും? അതിൻ്റെ സോഴ്സ് എവിടെ? അതാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഇത്തരം പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരുമാണ്. അവരിത്തരം പ്രഖ്യാപനങ്ങളൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. അടുത്ത ഒരു വാഗ്ദാനം, ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള ക്ഷേമ പെൻഷൻ 1000 ആയിരുന്നു, 2000 അത് 3000 ആക്കുമെന്ന് പറയുന്നു. ഈ ക്ഷേമ പെൻഷൻ തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം കുടിശ്ശിക കിടക്കുകയായി. അത് കൊടുക്കാനുള്ള സംവിധാനത്തെ പറ്റിയും ആലോചിക്കാതെ വെറും ഒരു വാഗ്ദാനത്തിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ജിമ്മിക്ക് എന്നതിനപ്പുറം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. അടുത്തത്, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ഇപ്പം കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ എത്രയോ ഇൻഷുറൻസ് സ്കീമുകൾ ഈ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതിൻ്റെ പുറമെ വീണ്ടും ഒരു ഇൻഷുറൻസ്. ഇതൊക്കെ സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ നമ്മുടെ സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഒരു പൊള്ളയായ വാഗ്ദാനങ്ങൾ. അടുത്ത് പറയുന്നത്, 5 ലക്ഷം രൂപ വെച്ച് യുവാക്കൾക്ക് ബിസിനസ് പലിശരഹിത വായ്പ നൽകും. ഇവരെ ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് നമ്മുടെ തൊട്ടടുത്ത് കർണാടക സംസ്ഥാനം ഭരിക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നുണ്ട്, തെലുങ്കാന ഭരിക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ, അവിടെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഇതുപോലെയുള്ള ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും അവിടെ നടപ്പിലാക്കിയിട്ടില്ല. അവിടുത്തെ തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറയുന്നു ആ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ല. കർണാടകയിലെ
ഉപമുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റും വലിയ പ്രതിസന്ധിയില്ല. വാഗ്ദാനങ്ങൾ അല്ലാതെ ഇത് നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി MP ഇത് പറഞ്ഞത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ എന്ത് വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കാമല്ലോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വാഗ്ദാനം കൊടുക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിലെ വോട്ടർമാർ ഇത് വളരെ പ്രബുദ്ധരായ വോട്ടർമാരാണ്. വിദ്യാഭ്യാസപരമായും സംസ്കാരപരമായിട്ടൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന വോട്ടർമാർ ഈ വാഗ്ദാനങ്ങളെ പറ്റിയൊക്കെ സ്വാഭാവികമായും അവരെ ഒരു സ്വയം പഠനം നടത്താൻ തയ്യാറാവും. അല്ലാതെ ഈ വാഗ്ദാനങ്ങളെല്ലാം അതേപടി വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി വോട്ട് കുത്തും എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ നടക്കുകയില്ല. ഒരു പക്ഷെങ്കിൽ തെലങ്കാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതുപോലെ വാഗ്ദാനം നടത്തി കുറേ ആളുകൾ പറ്റിക്കപ്പെട്ടു. കർണാടകത്തിൽ ഇതേ സംഭവം ഉണ്ടായി. ഹിമാചൽ പ്രദേശിലും ഒക്കെ ഇതുപോലെയൊക്കെ വാഗ്ദാനങ്ങൾ നൽകി കുറേ പാവപ്പെട്ട ആളുകൾ ഈ വാഗ്ദാനങ്ങളിലൊക്കെ വിശ്വസിച്ച് കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അവരിന്ന് ദുഃഖിക്കുന്നുണ്ടാവും. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കുന്നതിന് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക, ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക. നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ 11 വർഷക്കാലം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വാഗ്ദാനങ്ങൾ, ഇതുപോലെ മോദി ഗ്യാരണ്ടി എന്നൊക്കെ അദ്ദേഹം പല പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആത്മാഭിമാന ബോധത്തോടു കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തരം വിമർശനങ്ങളെ, രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും.